വാസുദേവായ. ദശകം 8 ശ്ലോക 9. വിബുദ്ധ്യ ച ത്വം ജലഗർഭശായീൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷു ഏവ സൂക്ഷ്മാത്മതയാ നിജ അന്ത സ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടിം. വിബുദ്ധ്യ യോഗ നിദ്രയിൽ നിന്നുണർന്ന അവസ്ഥ. ച ചെയ്തത്, ത്വം സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു, ജലഗർഭശായിൻ ജലമധ്യത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ആ ഒരു ലോകനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു, വിലോക്യ വിലയം പ്രാപിച്ച്, ലോകാൻ ലോകത്തെ, അഖിലാൻ മുഴുവനായിട്ട്, പ്രലീനാൻ ലയിച്ചുകൊണ്ട്, തേഷു വസ്തുക്കളിൽ, ഏവ എല്ലാം, സൂക്ഷ്മാത്മതയാ സൂക്ഷ്മരൂപത്തിൽ, നിജ തൻ്റെ, അന്ത ഉള്ളിൽ, സ്ഥിതേഷു സ്ഥിതി ചെയ്യുന്ന, വിശ്വേശ ഉത്കൃഷ്ടമായ, ദദാത പതിപ്പിച്ചുകൊണ്ട്, ദൃഷ്ടിം ആ ഒരു ദൃഷ്ടിയെ. ഈ ഒരു ദശകത്തിൽ നമ്മൾ പ്രളയ വർണ്ണനയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ അങ്ങനെ കാലം ആദ്യം എഴുന്നേറ്റതിന് ശേഷം ഈ ഭഗവാനെ, ഉറങ്ങിയിരിക്കുന്ന ആ ഭഗവാനെ ഉണർത്തി ആ കാലം. ആദ്യം കാലം ഉണർന്നു, ഇപ്പോൾ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഉയർന്നു. എങ്ങനെ? ആ യോഗ നിദ്രയിൽ നിന്നും ഉണർന്നു. അതിനുശേഷം ആ ഭഗവാൻ, എങ്ങനെയുള്ള ഭഗവാൻ? ഈ ജലമധ്യത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ആ ഒരു വിശ്വലോകനായകനായ സാക്ഷാൽ മഹാവിഷ്ണു ആ ലോകത്തെ മുഴുവനായിട്ട് തന്നിൽ ലയിപ്പിച്ചു. അങ്ങനെ തന്നിൽ വിലയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ നാഭിയാകുന്ന സമുദ്രത്തിൽ ലയിപ്പിച്ചു. അതിൽ നിന്നും വസ്തുക്കളിൽ തൻ്റെ സൂക്ഷ്മ രൂപത്തിൽ തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഉത്കൃഷ്ടമായ ദൃഷ്ടിയെ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു പതിപ്പിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. വിബുദ്ധ്യ ച ത്വം ഗലഗർഭശായിൻ വിലോക്യ ലോകനഖിലാൻ പ്രലീനാൻ ത്വേഷ്വേവ ധൂഷ്മാത്മതയാ നിജാന്തഃ സ്ഥിതേഷു വിശ്വേഷു ദദാത ദൃഷ്ടിം. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.